അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം നടന്നത്. മരണപ്പെട്ട സിനീഷിന്റെ അമ്മ ഷീല ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അലമുറയിട്ട് കരഞ്ഞാണ് മോർച്ചറിക്ക് മുന്നിൽ എത്തിയത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. ഒടുവിൽ സബ് കളക്ടർ എത്തി ചർച്ച നടത്തിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവത്തിൽ ശനിയാഴ്ച തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാമെന്നുമുള്ള സബ് കളക്ടറുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 34-കാരൻ സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഹെർണിയ ഓപ്പറേഷന് വേണ്ടിയാണ് സിനീഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അനസ്തേഷ്യ നൽകിയത്. ഇതിന് പിന്നാലെ അലർജിയെ തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയും സിനീഷ് മരണപ്പെടുകയുമായിരുന്നു. അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശൂർ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അനസ്തേഷ്യ കൊടുത്തതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ അവന് ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞു പോകാനുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയപ്പോൾ വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. മാറ്റുമ്പോൾ തന്നെ മുൻപ് തന്നെ ഒരു ആംബുലൻസിനെ വിളിച്ചു. അത് കഴിഞ്ഞ് അവരോട് വരണ്ടാന്ന് പറഞ്ഞ് പോട്ടെ ഒരു ആംബുലൻസ് എത്തിയതാണ്. ആംബുലൻസിൽ വരണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതിനുശേഷം 10 മിനിറ്റ് ഗ്യാപ്പിൽ പിന്നെയും അതേ ആംബുലൻസിനെ തന്നെ വിളിച്ചിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാണ്. ആ ആംബുലൻസ് പോട്ടയിൽ നിന്ന് ചാലക്കുടി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും വേറൊരു ആംബുലൻസിൽ ഇവര് ആ രോഗിനെ കയറ്റി ഞങ്ങളുടെ ബന്ധുക്കൾ ഒരാളെ പോലും കയറ്റാണ്ടാണ് അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ രോഗിയുടെ സ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ഹാർട്ട് ബീറ്റ് വളരെയധികം കുറഞ്ഞു പോയി. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിന്നു പോയെന്നാണ് അവിടുത്തെ ഡോക്ടറുടെ റിസൾട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ തികഞ്ഞ അനാസ്ഥ മൂലമാണ് തന്നെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. VCV ന്യൂസ് മുളങ്കുന്നത്തുകാവ്. You are watching VCV News.